ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. എന്നാ ഉണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ അതെ, ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ. നമ്മൾ എന്താ പറയുക, കേക്ക് ഉണ്ടാക്കുമല്ലോ, പ്ലം കേക്ക്. പെട്ടെന്ന് പറയാനോ ഓർത്തൊക്കെ മറന്നുപോയി. എന്നാ ചെയ്യാനാ, എന്താ പറയുക. അപ്പോൾ അതെ, നമുക്ക് ഇന്ന് കാൻഡിഡ്, ഓറഞ്ച് കാൻഡിഡ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. പ്ലം കേക്കിലൊക്കെ ഇടൂലേ, നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കണമല്ലോ ആദ്യമേ തന്നെ പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ റെമ്മിലാട്ടോ സോക്ക് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ നിങ്ങളെ കാണിക്കാവേ. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഓറഞ്ച് കാൻഡിഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കേട്ടോ. ഓറഞ്ച് കാൻഡിഡ് നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. അത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടാകത്തില്ല. നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ നമുക്കറിയാമല്ലോ, നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈസിയാണ്, വലിയ പണിയൊന്നും ഇല്ലെന്നേ. ഓറഞ്ചിൻ്റെ തൊലി കുറച്ച് പഞ്ചസാരയ്ക്ക് അത് വിളയിച്ചെടുത്താൽ മതി. കുറച്ച് ഓറഞ്ച് ജ്യൂസും കൂടെ ചേർത്ത്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഓറഞ്ചില്ലേ, സാധാരണ പച്ച കളർ കുറവുള്ള നല്ല മഞ്ഞയായിട്ട് പഴുത്തിരിക്കുന്ന ഓറഞ്ച് എടുക്കുന്ന കേട്ടോ, കുറച്ച് നല്ലത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഓറഞ്ച് കാൻഡിഡ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ വേണം നമുക്ക് ഇതിൻ്റെ കൂടെ ജിഞ്ചർ ഇല്ല, ഇഞ്ചി തൊലി കളഞ്ഞിട്ട് പീൽ ചെയ്തിട്ടിട്ട് ചെറിയ ചെറിയ പീസാക്കി കാൻഡിഡ് ആക്കി എടുക്കുകയും ചെയ്യാം. ഇതിനകത്ത് നമ്മുടെ പ്ലം കേക്കിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിനകത്ത് നമ്മുടെ ചുക്ക് ഉണക്കി പൊടിച്ചിടാനാണ് ഓർത്തിരിക്കുന്നത്. അപ്പോൾ ഇഞ്ചി ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നില്ല. ഇപ്പം ഓറഞ്ച് കാൻഡിഡ് മാത്രം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതായത് ഞാൻ നന്നായിട്ട് പഴുത്ത നല്ല പഴുത്ത ഓറഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല മധുരമാണ് ഇവിടെ കിട്ടുന്ന ഈ ഓറഞ്ചിന്. അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ 2 എണ്ണത്തിൻ്റെ ജ്യൂസ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ജ്യൂസ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജ്യൂസ് ചേർത്താൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നമുക്കിത് തൊലിയൊക്കെ പൊളിച്ചെടുത്തിട്ട് നോക്കാവേ. ഞാൻ ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കുക കേട്ടോ. തൊലി മാത്രം മതി നമുക്ക്. ഇതിനകത്തെ ആ വൈറ്റ് ഇതുണ്ടല്ലോ, ഇത് നമുക്ക് ചിരണ്ടി കളയണം. എന്നാൽ മാത്രമേ എന്താ പറയുക, കയ്പ് ഉണ്ടാവാണ്ടിരിക്കുള്ളൂ. ഇതിൻ്റെ ഉള്ളിലുള്ള വൈറ്റ് സാധനത്തിന് കയ്പുണ്ടാവും. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ വൈറ്റ് ഇതില്ലേ, അത് നമുക്ക് നന്നായിട്ട് ചിരണ്ടി കളയണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളത് ഉണ്ടാക്കുമ്പോൾ കയ്പുണ്ടാവും. ഭയങ്കര സോഫ്റ്റ് സ്കിന്നാണ് ഈ ഓറഞ്ചിന്. നമ്മുടെ നാട്ടിലെ ഒരു ഹാർഡായിരിക്കും. നമ്മുടെ നാട്ടിലെ ഓറഞ്ചിന് കുറച്ച് പുളിയും മധുരവും ഒക്കെ ആയിരിക്കുമല്ലോ. പിന്നെ നമ്മൾ ഓറഞ്ച് ശരിക്കും ഉപ്പിലിട്ട് കഴുകണം കേട്ടോ. അപ്പോൾ ഇത് ഞാനിത് നന്നായിട്ട് തൊലിയൊക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര സോഫ്റ്റാണ്. അപ്പം ഇത് പിന്നെ ഒന്നുകിൽ നമുക്കിത് ആദ്യം ഒരു ഫ്രൈ പാനിലിട്ട് വെള്ളത്തിൽ തിളപ്പിച്ച് രണ്ട് പ്രാവശ്യം തിളപ്പിച്ച് ഊറ്റിക്കളയണം ഈ വെള്ളം കേട്ടോ. അതിൻ്റെ കയ്പ്പ് രസമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ ഇത് ഇങ്ങനെ തന്നെ തിളപ്പിക്കാം, അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് തിളപ്പിക്കാം, എന്നിട്ട് അരിച്ചെടുത്താലും മതി. ഞാനിത് കട്ട് ചെയ്തിട്ടാട്ടോ വെള്ളത്തിൽ തിളപ്പിക്കാൻ പോകുന്നേ. അപ്പോൾ ഇതേ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് സോസ് പാനിലിട്ടിട്ട് 2 പ്രാവശ്യം തിളപ്പിച്ച് ഊറ്റിക്കളയണം കേട്ടോ. അപ്പോൾ അത് നോക്കാം എങ്ങനെയാണേ. ചെറുതാക്കി കട്ട് ചെയ്താൽ മതി. ഞാൻ അത്ര വലിയ എല്ലാം ഒന്നും ഒരേ ഷേപ്പൊന്നും അല്ല. ഇതങ്ങ് തിളപ്പിച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആവും വെന്ത് കഴിയുമ്പോൾ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണേ. അപ്പോൾ ഇത് ഞാനിത് നിലക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് തിളപ്പിക്കാം. 2-3 മിനിറ്റ് തിളപ്പിക്കണേ. തിളച്ച് കഴിയുമ്പോൾ തിളയ്ക്കുന്നവർ വേണേൽ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ. അടച്ചു വെക്കരുത്, ശരിക്കും പ്രോപ്പറായിട്ട് അടച്ചാലും അത് തിളച്ച് പുറത്ത് ചാടുകയും ചെയ്യുവേ. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിന് തിളച്ച് കഴിയുമ്പോൾ നന്നായിട്ടൊരു 3-4 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട്. എന്നിട്ട് അത് നമുക്ക് അരിച്ചെടുക്കണം. വീണ്ടും ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് വീണ്ടും ഇതേ പ്രോസസ്സ് ചെയ്യണം. വീണ്ടും അരിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കയ്പും ചമർപ്പും ഒക്കെ അങ്ങ് പോയി കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാനൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുവാണേ. ഞാനിത് വീണ്ടും ഒന്നുകൂടെ തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. ഇത് 2ാമത്തെ തവണയാണ് വെക്കുന്നത്. ഇനി ഇതൊരു തിളച്ച് ഒരു 2 മിനിറ്റ് കൂടെ തിളച്ച് നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വീണ്ടും ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി എന്നിട്ട് ഇത് നമുക്ക് പഞ്ചസാരക്കകത്ത് വിളയിച്ചെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ തൊലി പൊളിച്ച് വെച്ച ഓറഞ്ചില്ലേ, അതിൻ്റെ 2 ഓറഞ്ചിൻ്റെ നീരും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല,
ചേർക്കുവാണെങ്കിൽ കുറച്ചും കൂടെ മണവും ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതെ 2 പ്രാവശ്യം തിളപ്പിച്ച് ഊറ്റി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടാവും സോഫ്റ്റ് ആയില്ലേ. ഇനി ഇത് നമുക്ക് പഞ്ചസാരക്കകത്ത് വിളയിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിക്കണേ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാര ഇടണം. കുറച്ച് മതി, ഇത്തിരി വേണ്ട. ഇനി ഞാനിത് ഒരു 2 ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളവിടെ പൊളിച്ച് വെച്ച ഓറഞ്ചില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാവേ. പിന്നെ 1/2 കപ്പ് പഞ്ചസാര കേട്ടോ. ഇതും കൂടി ഇതിലേക്ക് ചേർക്കാവേ. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച് ഇത് വെള്ളം വറ്റി വരണം. വറ്റി ഓറഞ്ചിലെല്ലാം പഞ്ചസാരയൊക്കെ പിടിച്ച് ഓറഞ്ചിൻ്റെ തൊലിയിൽ പഞ്ചസാരയൊക്കെ പിടിച്ച് നല്ല സെറ്റായി വരണം. അപ്പോൾ നമുക്ക് തിളച്ച് വരട്ടെ, വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഒരുപാട് ഒന്ന് ഡ്രൈ ആയിപ്പോണ്ട്. കുറച്ച് വെള്ളം പോലെയാണ്. ഇതിനകത്തേക്ക് ഞാനൊരു നുള്ളി ഉപ്പ് കൂടെ ചേർത്തായിരുന്നു കേട്ടോ, മധുരം ബാലൻസ് ചെയ്യാൻ. ഇത് തണുത്ത് കഴിയുമ്പം നല്ല ടേസ്റ്റ്. അത് നമുക്ക് ചുമ്മാ തിന്നാനാണെങ്കിലും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പ്ലം കേക്കൊക്കെ ഉണ്ടാക്കാനും എല്ലാ കേക്കിലും ഇടാൻ പറ്റും നമുക്ക്. കേക്കിലോ ഡെസേർട്ട്സിലോ ഒക്കെ ഇടാം. നല്ല ടേസ്റ്റാവും ഓറഞ്ചിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഞാൻ. അപ്പോൾ അതേ നമ്മുടെ ഓറഞ്ച് ക്യാൻഡിഡ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ നോക്ക്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചുമ്മാ തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ, എത്ര നാൾ വേണേലും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.